إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹുവിൻ്റെ റസൂലെ, സത്യവിശ്വാസികളോട് താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളിപ്പോഴുള്ള ഈ ഷഅബാൻ മാസം, പരിശുദ്ധ റമദാനിൻ്റെ തൊട്ടു മുന്നോടിയായുള്ള മാസം, ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. عن أسامة بن زيد رضي الله عنهما قال قلت يا رسول الله لم أرك تصوم من شهر من الشهور ما تصوم من شعبان. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഷഅബാൻ മാസത്തിൽ താങ്കൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നത് മറ്റു മാസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ذلك شهر يغفل الناس عنه بين رجب ورمضان. അങ്ങേയറ്റം പ്രാധാന്യമുള്ള 2 മാസങ്ങൾക്കിടയിൽ വരുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ, ഒന്ന് അങ്ങേയറ്റം പവിത്രമായ റജബ് മാസവും നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പരിശുദ്ധ റമദാൻ മാസവും, ഈ 2 മാസങ്ങൾക്കിടയിലായി വരുന്ന ഒരു സാധാരണ മാസം എന്നുള്ള നിലക്ക് ആളുകൾ ഷഅബാനിൻ്റെ പ്രാധാന്യം അത്ര
ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ്. അതുകൊണ്ടുകൂടിയാണ് ആ മാസത്തിൽ ഞാൻ ധാരാളമായി സുന്നത്ത് നോമ്പ് എടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ഷഹ്റുൻ, ആ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബിങ്കിലേക്ക് വിശ്വാസികളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വിശ്വാസികളുടെ അമലുകൾ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അല്ലാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ വാർഷികമായി അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ മാസത്തിൽ ധാരാളമായി ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ്, ഐ മിമ്മ യുസ്തഫാദു മിൻ ഹാദൽ ഹദീസ് അന്ന ഫീഹി ഇസ്തിഹ്ബാബ ഇമാറതി ഔഖാതി ഗഫ്ലത്തി നാസി ബിത്താഅ, ആളുകളെല്ലാവരും ഇബാദത്തിൽ നിന്ന് അശ്രദ്ധരായി പോയി അത്ര തന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത സമയത്ത് നമ്മൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അങ്ങേയറ്റം പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാലോ, അത്രമാത്രം പ്രാധാന്യമുള്ള റമദാനും മുഹറമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൊന്നായ റജബും അവക്കിടയിൽ വരുന്നത് കൊണ്ട് ആളുകൾ അത്ര പ്രാധാന്യം ശ്രദ്ധിക്കാതെ പോകുന്നൊരു മാസമാണ് ശഅബാൻ. അങ്ങനെ ആളുകൾ അശ്രദ്ധരായി തീരുന്നൊരു മാസം എന്നുള്ള നിലക്ക് ഞാൻ ആ മാസത്തിൽ അശ്രദ്ധരാവരുത് എന്ന അർത്ഥത്തിലാണ് ഞാൻ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അൻ മിഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ العبادة في الهرج كهجرة إلي رواه الإمام مسلم. ആളുകളെല്ലാവരും അശ്രദ്ധരായി തീരുമ്പോൾ, ഫിത്നകളും തിന്മകളും വർദ്ധിക്കുമ്പോൾ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് മുഖ്ലിസായി റബ്ബിന് അവൻ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച ആരാധനകൾ നിർവഹിച്ചൊരു മുത്തഖിയായി അവൻ ജീവിക്കുന്നുവെങ്കിൽ അത് ഹിജ്റ പോകുന്നത് പോലെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹിജ്റ പോകുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അതുപോലെയാണ് ആളുകൾ അശ്രദ്ധരാകുന്ന സമയത്ത്, ഫിത്ന വർദ്ധിക്കുന്ന സമയത്ത് ഒരാൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ഇബാദത്തുകളൊക്കെ ചെയ്ത് തൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ്. മാത്രമല്ല, കാന നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്രിസു അലാ സിയാമി ശഹ്രി ശഅബാൻ വയഹസ്സു അലൈഹി. فعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم فما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر إلا رمضان وما رأيته أكثر صياما منه في شعبان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ സുന്നത്ത് നോമ്പ് തുടർച്ചയായി എടുക്കും. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പൊന്നും ഉപേക്ഷിക്കുകയില്ല, എല്ലാ ദിവസവും ഇവിടുന്ന് അങ്ങോട്ട് നോമ്പെടുക്കുമെന്ന് ഞങ്ങൾ പറയും. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പറയും, ഇനി ഒരു പക്ഷേ ഇനി അങ്ങോട്ട് സുന്നത്ത് നോമ്പുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമായിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ പറയുന്ന ഘട്ടങ്ങളുണ്ടാകാറുണ്ട്. അവിടെയാണ് പൂർണ്ണമായി ഒരു മാസം നോമ്പെടുത്തത് പരിശുദ്ധ റമദാൻ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അതോടൊപ്പം ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നൊരു മാസം അത് ശഅബാൻ മാസവുമാണ് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ശഅബാൻ മാസം ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് വരുന്നവർക്കാണ് പിന്നീട് തുടർന്നും ശഅബാനിൻ്റെ പാതി മുതൽക്ക് നോമ്പെടുക്കാൻ അനുവാദമുള്ളത്. ശഅബാനിൻ്റെ ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് വരാത്തവർക്ക് ശഅബാൻ പാതി പിന്നിട്ടാൽ പിന്നെ നോമ്പെടുക്കാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا بقي نصف من شعبان فلا تصوموه أي إذا كان الرجل لم يتعود على صيامه من بداية شعبان فلا يصوم من نصفها ഒരാൾ ഷഅബാൻ ആദ്യം മുതൽക്ക് നോമ്പെടുത്ത് തുടങ്ങിയില്ല എങ്കിൽ പിന്നെ ഷഅബാൻ പകുതി എത്തുമ്പോൾ മാത്രം ഒരു നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. ഈ ഹദീസിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ചില ആളുകൾ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ഷഅബാൻ 15 മാത്രം ഒരു നോമ്പ്, നമ്മുടെ നാട്ടിൽ പോലും ജീവിച്ച് മരിച്ചുപോയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഷഅബാൻ 15 മാത്രമായി നോമ്പെടുക്കൽ ബിദ്അത്താണ്. കാരണം 2 കാരണങ്ങളാൽ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 13, 14, 15 ചേർത്ത് 3 ദിവസങ്ങളും അയ്യാമുൽ ബീദിന്റെ ദിവസമാണ്, സുന്നത്തിന്റെ നോമ്പുകളാണ്. അത് നോമ്പെടുക്കാത്ത മനുഷ്യൻ ഇനി ഷഅബാൻ ആദ്യം തൊട്ട് നോമ്പ് നോറ്റ് തനിക്ക് ഷഅബാനിൽ ധാരാളമായി ദിവസങ്ങൾ നോമ്പെടുക്കാം, അതും നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ 15 മാത്രം അന്ന് ബറാഅത്താണ് എന്ന് പറഞ്ഞ് നോമ്പ് നോൽക്കുന്നതിൽ ഒരു തെളിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് ബിദ്അത്താണ് എന്ന് പ്രഗത്ഭരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അത് ഈ ഹദീസിനും എതിരാണ്. ഷഅബാൻ ആദ്യം മുതൽക്ക് നോമ്പെടുക്കാത്ത ആളുകൾ അതിൻ്റെ പാതി എത്തിയാൽ പിന്നീട് ഷഅബാൻ നിങ്ങൾ നോമ്പ് പിടിക്കരുത് എന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരുമാണ് ആ പ്രവർത്തനം എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ ബഖിയ നിസ്ഫുൻ മിൻ ശഅബാൻ ഫലാ തസൂമൂഹ്. ഒരാൾ ആദ്യമൊന്നും നോമ്പെടുത്തില്ല, അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളൊന്നും നോമ്പെടുത്തില്ല. ഇനി മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ബറാഅത്ത് നോമ്പാണ് എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം മാത്രമായി നിങ്ങൾ നോമ്പ് പിടിക്കാൻ പാടില്ല. അപ്പം എത്ര മുഖാലഫത്തായി? 3 മുഖാലഫത്തുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് 3 അർത്ഥത്തിൽ ഒരാൾ എതിര് നിൽക്കുന്നതാകും. ഒന്ന്, വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് പിടിക്കാൻ പാടില്ല, സുന്നത്ത് നോമ്പുകൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ ആദ്യം മുതൽക്ക് നോറ്റു വരുന്ന ഒരാൾക്കല്ലാതെ ഷഅബാൻ പാതി എത്തിയാൽ പിന്നീട് നോമ്പില്ല. മൂന്നാമത്തെ കാര്യം, അയ്യാമുൽ ബീദിന്റെ ദിവസമടക്കം 13, 14, 15 നോമ്പ് നോൽക്കാനുള്ള അവസരമുണ്ടായിട്ടും നോൽക്കാത്ത വ്യക്തി 15 മാത്രം നോൽക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് എന്തും ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കാത്തൊരു കാര്യം ദീനിൻ്റെ പേരിൽ ഒരാൾ അനുഷ്ഠിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തതാണെങ്കിൽ ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ അലൈഹി, അത് അവൻ്റെ മേൽ ശിക്ഷയായി ഭവിക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. കുവൈത്തിലെ വിസാറത്തുൽ ഔഖാഫ് വശൂനുൽ ഇസ്ലാമിയ ഇവിടുത്തെ പള്ളികളിൽ ഖുതുബക്കായി നൽകിയ നോട്ടിൽ വന്നൊരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അന്നഹു ലം യസ്ബുത് ഫി സുന്നത്തി സ്വഹീഹത്തി തഖ്സീസു ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ ബിഖിയാമിൻ വലാ നഹാരിഹാ ബിസിയാമിൻ وينبغي على من كان عليه قضاء من رمضان مما مضى أن يبادر إلى القضاء. أما أنه لم يثبت في السنة الصحيحة
തഖ്സീസു ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ബിഖിയാമിൻ വലാ നഹാരിഹാ ബിസിയാമിൻ. ശഅബാൻ മാസത്തിലെ 15-ന്റെ അന്ന് രാത്രിയിൽ പ്രത്യേകമായ നമസ്കാരമോ, അത് മുമ്പ് നമ്മൾ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഇമാം നബിയുടെ ഉദ്ധരണി നമ്മൾ ഖുത്ബയിൽ മനസ്സിലാക്കിയതാണ്. ശഅബാൻ മാസത്തിലും ചില ആളുകൾ ശഅബാൻ 15-ന്റെ അന്ന് രാത്രിയിൽ ചില പ്രത്യേക നിസ്കാരം നിസ്കരിക്കും. ബിദ്അത്താനി മുൻകറത്താനി, അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത് എന്ന് ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി വ്യക്തമാക്കുകയാണ്, സ്വഹീഹായ ഒരു സുന്നത്തിലും ശഅബാൻ 15-ന്റെ രാവിൽ പ്രത്യേകമായ ഒരു നമസ്കാരമോ വലാ നഹാരിഹാ ബിസിയാമിൻ, 15-ന്റെ അന്ന് പകൽ സമയത്ത് പ്രത്യേകമായ ഒരു നോമ്പോ, അത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും സ്വഹീഹായ ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി ഏതിലത് വന്നത് അതും കൂടെ നമ്മൾ അറിയണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പ്രചരിക്കപ്പെടുന്ന ഒരു ഹദീസ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ വഹാദൽ ഹദീസ് ഹദീസുൻ മൗദൂഅ്. അഥവാ ശഅബാൻ 15 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ രാത്രി നിന്ന് നിസ്കരിക്കുകയും അതിൻ്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതായ ഹദീസ് ഇമാമീങ്ങൾ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കെട്ടിച്ചമക്കപ്പെട്ട കളവായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട മൗദൂഅ് ആയ ഹദീസുകളുടെ കൂട്ടത്തിലാണ്. ദഈഫും അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളതാണ് മൗദൂഅ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആശുറ നോൽക്കുന്ന, അറഫ നോൽക്കുന്ന, തിങ്കളാഴ്ച നോൽക്കുന്ന, വ്യാഴാഴ്ച നോൽക്കുന്ന, അയ്യാമുൽ ബീദ് നോൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ 15 അള്ളാഹിൻ്റെ റസൂൽ ഇത് നോമ്പാന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ നോൽക്കുന്നതിൽ എന്താ പ്രയാസം? പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെടാതൊരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്ര ശക്തമായി വിശദമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.